ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് കൂടി വരുവാൻ ദൈവം സഹായിച്ചു. പ്രത്യേകമായി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. കണിയാമ്പാറ പ്രാർത്ഥനാ യോഗത്തിന്റെ ഈ പ്രയർ മീറ്റിംഗ് ഇവിടെ നടക്കുമ്പോൾ പ്രിയപ്പെട്ട തോമസ് കുട്ടിച്ചാന്റെ പ്രത്യേകമായ സാന്നിധ്യം ഏറ്റവും സന്തോഷകരമാണ്. ദീപമാമയുടെ പിതാവ് എന്ന നിലയിൽ ഈ നാളുകളിലൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ നടത്തപ്പെടുന്ന ഈ പ്രാർത്ഥനയിലൊക്കെ സംബന്ധിക്കുകയും ഏറ്റവും അനുഗ്രഹകരമായി നമുക്ക് നല്ല നിലയിൽ പ്രാർത്ഥന സപ്പോർട്ടൊക്കെ നൽകി ഏറ്റവും അനുഗ്രഹകരമായ നിലയിൽ ഈ നാളുകളിലൊക്കെ ഇവിടെ പാർക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 90 വയസ്സ് പൂർത്തീകരിക്കാനും ദൈവം സഹായിച്ചു. അതിനുശേഷം എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് കൂടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ വന്നു. എന്നാണ് ഞാൻ അറിയുന്നത് 90 വയസ്സായി എന്നത്. എന്നാൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നവതിയുടെ ആശംസകൾ അല്പം ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ അറിയിക്കുകയാണ്. ദൈവം കൂടുതൽ ആയുസ്സും ആരോഗ്യമൊക്കെ നൽകി കർത്താവ് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപാ കടാക്ഷം തുടർന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാവുന്നതാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പരമപിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് കണിയാമ്പാറ പ്രാർത്ഥനാ യോഗമായി കൂടി വരുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കിയല്ലോ. സ്തോത്രം കർത്താവേ. ഞങ്ങൾ ദൈവവചനത്തിന് മുൻപിൽ ആയിരിക്കുമ്പോൾ തിരുസാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഒരുമിച്ചുള്ള ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. മാനവും മഹത്വവും അവിടുന്ന് തന്നെ എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. വളരെ പരിചിതമായ ഒരു സംഭവമാണ് യേശു നടത്തിയ ഈ അത്ഭുതം. ചെറിയ പ്രായം മുതൽ നാം കേൾക്കുകയും പഠിക്കുകയും നിരവധി ധ്യാനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളതാണ് എന്ന് എനിക്കറിയാം. എന്നാലും വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നടത്തുന്ന വളരെ ശ്രദ്ധേയമായ, നമ്മുടെ ജീവിതത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് ഞാൻ ഇത് തെരഞ്ഞെടുക്കുക അത്രേ ചെയ്തത്. വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നടത്തുന്ന ഈ വേദഭാഗം, അതിലെ പ്രധാനപ്പെട്ട ആൾ അതിൽ സൗഖ്യം ലഭിച്ച ആളല്ല, മറിച്ച് സൗഖ്യം ലഭിച്ച ബാലന്റെ യജമാനനായ ശതാധിപനായ മനുഷ്യനാണ് ഇവിടുത്തെ മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത്. ഈ ബാലനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ
പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ഒരു രോഗം സൗഖ്യമാകാനായിട്ട് ആഗ്രഹിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ അവർ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഒരർത്ഥത്തിൽ യേശു, അതോടൊപ്പം തന്നെ ഈ ബാലനും ഈ ശതാധിപനും അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇവിടെ യേശുവിന്റെ അടുക്കലേക്ക് വരുന്ന ഈ മനുഷ്യൻ ശതാധിപൻ, അയാൾ ഒരു റോമൻ ഭരണാധികാരിയാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം റോമൻ ഭരണാധികാരികൾ എപ്പോഴും അവർക്ക് ശത്രു മനോഭാവത്തോടുകൂടെ നിലനിന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശതാധിപൻ യേശുവിന്റെ അടുക്കലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ അവരുടെ ഇടയിലുണ്ട്. അത് ശതാധിപനെ സംബന്ധിച്ച് അയാളുടെ ഔദ്യോഗികമായ പദവികൾ, അദ്ദേഹത്തിന്റെ ഉയർന്ന നിലവാരങ്ങൾ, അന്ന് നൽകിയിരുന്ന സോഷ്യൽ സ്ട്രാറ്റയിൽ അദ്ദേഹം നിലനിന്നിരുന്ന ഒരു ഉയർന്ന തലം, അതൊക്കെ മാറ്റിവെച്ചിട്ട് ഇതാ ഒരു കുഞ്ഞിന്റെ അല്ലെങ്കിൽ ബാലന്റെ ബാല്യക്കാരന്റെ സൗഖ്യത്തിന് വേണ്ടി അടുത്തു വരുന്ന ഒരു മനുഷ്യനെയാണ് കാണുന്നത്. ഒന്ന്, ഈ മനുഷ്യന്റെ ഒരു സാമൂഹികമായ ചില തടസ്സങ്ങൾ ഇയാളുടെ മുൻപിൽ, ഈ ശതാധിപന് മുൻപിൽ ഉണ്ട്. രണ്ട്, ഈ മനുഷ്യന്റെ മുൻപിലുള്ള രണ്ടാമത്തെ തടസ്സം, യേശു ഒരിടത്ത്, ബാല്യക്കാരൻ വേറൊരു സ്ഥലത്ത്, അല്ലയോ? അങ്ങനെയല്ലേ ഇവര് പറയുന്നത്? യേശു നിന്നിരുന്നിടത്തോ യേശുവിന്റെ അടുക്കലോ കൊണ്ടുവന്നിരുന്നില്ല. പല സംഭവങ്ങളും നടക്കുമ്പോൾ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്ന് സൗഖ്യം പ്രാപിച്ചതായിട്ടാണ് നാം കാണുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഭൂമിശാസ്ത്രപരമായി അകലത്തിൽ നിൽക്കുന്നു എന്ന ഒരു പ്രതിസന്ധി ഈ മനുഷ്യന്റെ മുൻപിലുണ്ട്. യേശുവിനെ കാണിക്കുവാൻ, യേശുവിനോട് ഇയാൾക്കൊന്ന് സൗഖ്യം നൽകുവാൻ പറയാൻ കഴിയാത്ത തരത്തിൽ ഇവർ തമ്മിൽ വളരെ അകലം ഉണ്ട്. മൂന്നാമത്തെ ഒരു വലിയ പ്രശ്നം, ഇയാളുടെ ശതാധിപനെ സംബന്ധിച്ച് ഇയാളൊരു വിജാതീയനായിരുന്നു. അപ്പോ ഈ വിജാതീയനായ മനുഷ്യൻ യഹൂദ ജനത്തെ സംബന്ധിച്ച് ഒരിക്കലും രക്ഷപ്പെടാത്ത ഒരു കൂട്ടരെന്ന നിലയിൽ, എപ്പോഴും അകറ്റി നിർത്തിയിരുന്ന ഒരു കൂട്ടരെന്ന നിലയിൽ ഈ ശതാധിപനെ സംബന്ധിച്ചിടത്തോളം അയാൾ മറ്റൊരു തരത്തിൽ വളരെ പ്രതികൂലം അനുഭവിച്ച ഒരു മനുഷ്യനായിരുന്നു. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ അനുഭവിച്ച ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിശ്വാസം ഈ ബാല്യക്കാരന് സൗഖ്യം നൽകുകയാണ്. എന്തെല്ലാം ഘടകങ്ങൾ, എന്തെല്ലാം സാഹചര്യങ്ങൾ ഈ മനുഷ്യന്, ഈ ബാല്യക്കാരന് സൗഖ്യമാകാനായിട്ട് ഇടയായി എന്നത് ഞാൻ പ്രാരംഭമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന്, ഈ ശതാധിപന്റെ വിനയമാണ്. ശതാധിപന്റെ വിനയമാണ് അവിടെ ഒന്നാമത് പറയാനായിട്ട് ശ്രമിക്കുന്നത്. എന്താണ് ഈ മനുഷ്യൻ പറയുന്നത്? ഇവിടെ പറയുകയാണ്, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാന് യോഗ്യനല്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അപ്പോ ഈ ശതാധിപനെ സംബന്ധിച്ച റോമൻ ഭരണകൂടത്തിന്റെ അധികാരവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും യേശുവിന്റെ മുൻപിൽ തന്നെ താൻ താഴ്ത്തുകയാണ്. യേശുവെ, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്ന വലിയ ചിന്ത ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം എന്ത് ചെയ്യും? ഉയർത്തപ്പെടും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെയാണ് അത് പറയുന്നത്. 23-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അതവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ശതാധിപൻ തന്നെത്താൻ താഴ്ത്താനായിട്ട് ശ്രമിക്കുക, തന്നെ തന്നെ വിനയപ്പെടുത്താനായിട്ട് ശ്രമിക്കുക.
കർത്താവേ, നീ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം, നീ മാത്രമാണ് ഞങ്ങൾക്ക് ബലം, നീ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം എന്ന വലിയ ചിന്ത ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. സ്വയം താഴ്ത്താനായിട്ട്, ദൈവസന്നിധിയിൽ താണിരിപ്പാനായിട്ട് കഴിയുന്നിടത്താണ് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. വിനയത്തിന്റെ, താഴ്മയുടെ മനസ്സോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ യാചിച്ച് ജീവിച്ച ഒരു തലമുറയുടെ പിൻതലമുറക്കാരായി നാം ഇന്ന് നിൽക്കുമ്പോൾ ഈ ഒരു വലിയ ബോധ്യം നമ്മളെ ഭരിക്കേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്, ഈ മനുഷ്യന്റെ വിനയമാണ്, ഈ മനുഷ്യന്റെ താഴ്മയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഉള്ളത് എന്നത് ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമതായിട്ട് ഈ മനുഷ്യന്റെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ഈ മനുഷ്യന്റെ വിശ്വാസമാണ്. ഇവിടെ പറയുന്നുണ്ട്, അവന്റെ വിശ്വാസം കണ്ടിട്ട് ആണ് ഈ മനുഷ്യന്, ബാല്യക്കാരന് സൗഖ്യം നൽകുവാനായിട്ട് ഇടയാകുന്നു. ഈ മനുഷ്യന്റെ, ഈ ശതാധിപനായ മനുഷ്യന്റെ വിശ്വാസം കണ്ടിട്ടാണ് പറയുന്നത് സൗഖ്യം നൽകുന്ന അനുഭവം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പാനായിട്ട് ആർക്കും കഴിയത്തില്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാനായിട്ട് ആർക്കും കഴിയുകയില്ല. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സന്നിധിയിൽ അനുദിനം വളരുന്ന അനുനിമിഷം വളരുന്ന വിശ്വാസത്തിന്റെ ഉടമയായിട്ടാണ് നമ്മൾ ഈ മനുഷ്യനെ കാണുന്നത്. ആ ഒരു വലിയ ചിന്തയാണ് ഈ വേദഭാഗം നമുക്ക് പകർന്നു നൽകുന്നത്. 13-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നത്, പിന്നെ യേശു ശതാധിപനോട് പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറയുകയാണ്. അവിടെ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അയാളുടെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ. യഹൂദന്മാരിൽ പോലും കാണാത്ത, ഇസ്രായേലിലൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്നത് ഈ മനുഷ്യനെ കുറിച്ച് പറയുന്ന ഒരു വലിയ ഒരു വാക്കാണ്. യഹൂദന്മാര് ഇസ്രായേൽ മക്കളിൽ കാണാത്ത, ദൈവത്തിന്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന തന്റെ ജനത്തിന്റെ മക്കൾ പോലും കാണാത്ത വിശ്വാസത്തിന്റെ ആഴമായ അനുഭവം ഇതാ ഈ വിജാതീയനായ മനുഷ്യനിൽ കാണുന്നുവെന്ന് യേശു സാക്ഷ്യപ്പെടുത്തുകയാണ്. എത്രയോ അനുഭവങ്ങൾ നമ്മൾ അതിലൂടെ കാണുന്നു. നമ്മുടെ ഭാരതത്തിൽ തന്നെ എത്രയോ ആളുകൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് വിശ്വാസത്തോടുകൂടി അടിയുറച്ചു നിന്ന എത്രയോ ചരിത്രങ്ങൾ നമ്മൾ കാണുന്നു. പൂർവ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചതാണ്, വലിയ പീഡനങ്ങളുടെ മധ്യത്തിലൂടെ കടന്നുപോയപ്പോൾ അവർ ആ വിശ്വാസം ഉപേക്ഷിച്ചില്ല, ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നത് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസത്തിന്റെ വലിയ അനുഭവത്തിൽ നമ്മളും പങ്കുചേരുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമത് ഈ മനുഷ്യന്റെ വിശ്വാസം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നത് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ വലിയ പ്രസക്തിയാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ വലിയ പ്രസക്തിയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പല കാര്യങ്ങൾ പറയാറുണ്ട്.
നമ്മൾ വിശുദ്ധ കുർബാനയിലും നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളിലും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ നമുക്ക് പരിചയമില്ലാത്ത എത്രയോ പേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമുക്ക് പരിചയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥത അണയ്ക്കുന്നു. ഈ വേദഭാഗം പറയുകയാണ്, നീ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ അടുത്തു വരുമെങ്കിൽ, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുമെങ്കിൽ അവർ അത്ഭുതങ്ങളെ പകർന്നു തരുവാൻ മതിയായ ദൈവമാണെന്ന് ഈ സംഭവം നമ്മളെ വീണ്ടും ശക്തിയായി പഠിപ്പിക്കുകയാണ്. അതിന് ദൂരമോ അകലമോ മതമോ ഒന്നും ഒരു പ്രശ്നമല്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട്, മധ്യസ്ഥത അണപ്പാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന വലിയ ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മള് പലർക്കു വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിപ്പാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചടുപ്പിച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പലർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അതിന് ഫലം നൽകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഫലം തരിക എന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം അടുത്തു വന്ന ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണയ്പ്പാനായിട്ട് ഉള്ള വലിയ അനുഭവം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അനേകർക്ക് വേണ്ടി മധ്യസ്ഥത അണപ്പാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു വേദഭാഗം കൂടെയാണ് ഈ വേദഭാഗം എന്നത്. നമുക്ക് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ശതാധിപൻ നമ്മുടെ മുൻപിൽ ഒരു നല്ല മാതൃകയാണ്. ഒരു ബാല്യക്കാരന് വേണ്ടി അധ്വാനിക്കാനായിട്ടുള്ള ഒരു വലിയ മനസ്സ്, തന്റെ കൂലിക്കാരന് വേണ്ടി വളരെ ദൂരം യാത്ര ചെയ്ത് അയാൾക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിപ്പാനായിട്ടുള്ള ഒരു മനസ്സ് ഈ ശതാധിപന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നമ്മൾ പലപ്പോഴും നമ്മളോടുകൂടെ ജോലി ചെയ്തവര്, നമ്മളെ സഹായിച്ചവര് ഒക്കെ, അവരെയൊക്കെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നവരാണ്. ഞാൻ ഉൾപ്പെടെ കഴിഞ്ഞ നാളുകളിലൊക്കെ സഹായിച്ചവര്, വളരെ ത്യാഗപൂർവമായി ശുശ്രൂഷ നിർവഹിച്ചവരെയൊക്കെ പലപ്പോഴും നമ്മൾ മറന്നു പോയിട്ടുണ്ടാവാം. ഇന്ന് രാവിലെ പള്ളിയിൽ പറഞ്ഞതുപോലെ വെള്ളത്തിൽ വലിയ പ്രശ്നത്തിന്റെ മധ്യത്തിൽ നിന്നപ്പോൾ സ്വന്തം ജീവൻ തന്നെ തിരസ്കരിച്ചുകൊണ്ട് വന്ന് ജീവൻ രക്ഷിച്ച വ്യക്തികൾക്ക് അല്പം തുക നൽകുവാനായിട്ട് പറയുമ്പോൾ അത് കാണാതെ കേൾക്കാതെ കണ്ണടയ്ക്കുക എന്നത് ഒരു ചെറിയ സ്വഭാവം മാത്രമായി നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഈ ശതാധിപൻ നമ്മുടെ മുൻപിൽ വലിയ ഒരു മാതൃകയാണ്. തന്റെ പദവിയോ ഒന്നും നോക്കാതെ തനിക്ക് വേണ്ടി അധ്വാനിച്ച ഒരു മനുഷ്യന് വേണ്ടി ത്യാഗപൂർവം ദീർഘദൂരം നടന്ന് പോയി അധ്വാനിപ്പാനായിട്ടുള്ള ഒരു മനസ്സ് ഈ ശതാധിപന്റെ നല്ലൊരു ഗുണമാണ്. ആ ശതാധിപന്റെ ചില ഗുണങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യുവാനായിട്ട് ശ്രമിച്ചത്. ഈ മനുഷ്യന്റെ ചില ഗുണങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുവാനായിട്ട് ശ്രമിച്ചത്. ഒന്നാമതായിട്ട്, ഈ മനുഷ്യന്റെ മുൻപിലുള്ള തടസ്സങ്ങളെ അതിജീവിക്കാനായിട്ട് അയാൾക്ക് കഴിഞ്ഞു. തന്റെ മുൻപിലുള്ള തടസ്സങ്ങളെ അതിജീവിക്കാനായിട്ട് കഴിഞ്ഞു. പലപ്പോഴും ചില തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഒക്കെ വരുമ്പോൾ നമ്മൾ മടുത്തു പോകാറുണ്ട്. ജീവിതത്തിന്റെ മുൻപിൽ ചില പ്രതികൂലങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ അതിനെ തരണം ചെയ്യുവാനായിട്ട് കഴിയാത്ത തരത്തിൽ ചിലപ്പോൾ ചില പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ വന്നേക്കാം. എന്നാൽ അതിനെ അതിജീവിക്കുവാൻ ഉള്ള ഒരു എഫേർട്ട് എടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകുമെന്നത് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചു. രണ്ടാമത് ഞാൻ പറയാൻ ശ്രമിച്ചത് ഈ മനുഷ്യന്റെ വിശ്വാസമാണ്. അയാളുടെ വിശ്വാസം, അയാൾ വിജാതീയനാണെങ്കിലും തമ്പുരാനിലുള്ള യഥാർത്ഥ വിശ്വാസം ആ മനുഷ്യന് വലിയൊരു സൗഖ്യം ലഭിക്കാനായിട്ട്, തന്റെ ബാല്യക്കാരന് ഒരു വലിയ സൗഖ്യം ലഭിക്കാനായിട്ടിടയായി. മൂന്നാമതായിട്ട്, മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രസക്തിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുക. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ
മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ എവിടെ ആയിക്കൊള്ളട്ടെ, ഏത് അവസ്ഥയിലായിക്കൊള്ളട്ടെ, ഏത് ജാതി ആയിക്കൊള്ളട്ടെ, ഏത് മതമായിക്കൊള്ളട്ടെ, അവർക്ക് സൗഖ്യം നൽകാൻ മതിയായനായ ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു എന്ന വലിയ ബോധ്യം നമ്മളെ ഭരിക്കട്ടെ. അതുകൊണ്ട് ആ ഒരു വലിയ ബോധ്യം നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിയട്ടെ. ഈ ശതാധിപനെ പോലെ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിപ്പാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.